السلام عليكم ورحمة الله وبركاته والحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യ നിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തേണ്ടുന്ന അള്ളാഹുവിൻ്റെ റസൂല് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച് അതിന് ഉത്തരമായി കൊണ്ട് പറഞ്ഞതാണ്. 4 കാര്യങ്ങൾ ആ ദുആ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയം എവിടെയും കൈവരിക്കാം എന്നുള്ളത് തന്നെയാണ്. എന്താ 4 കാര്യങ്ങൾ? അതിൽ അവൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ച്, മനുഷ്യൻ ദോഷം ചെയ്യുന്നവനാണ്. ആ ദോഷം ചെയ്യുന്നവരിൽ ഏറ്റവും അത്യുത്തമൻ അള്ളാഹുവിലേക്ക് മഗ്ഫിറത്തിനെ തേടുന്നവനാണ്. അവൻ പൊറുക്കലിനെ ചോദിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം അതിലുണ്ട്. തന്നെയല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ താഴ്മ കാണിച്ചുകൊണ്ട് അവൻ്റെ പാപങ്ങളെയും കുറ്റങ്ങളെയും തെറ്റുകളെയും സമ്മതിക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം ഉൾപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തത്, അവൻ്റെ പാപങ്ങൾ, എത്ര വലിയ പാപങ്ങൾ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു തആല അവന് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കരുണ കടാക്ഷം അവനിൽ ഏത് സമയത്തും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നാലാമത്തത്, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഹൈറായ സൂര്യോദയം അംബിയാ മുർസലീങ്ങൾക്ക് ശേഷം നടന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മേലിലാണ്. നാമത്തെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദായിമാക്കി ചൊല്ലിയ ആ ഒരു പ്രാർത്ഥന നമ്മൾക്കും ചെല്ലാം. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇഖ്ലാസ്, മഗ്ഫിറത്ത്, റഹ്മത്ത് ദുആയിൽ വെച്ച് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ദുആ ആണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ്. മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, അല്ലിംനി ദുആൻ, അള്ളാഹിൻ്റെ റസൂലെ എനിക്കൊരു ദുആ തങ്ങൾ പഠിപ്പിച്ചു തരണം. അദ്ഉ ബിഹി ഫി സ്വലാത്തി, എൻ്റെ നിസ്കാരത്തിൽ ഞാൻ ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തും, അത് ഞാൻ ചൊല്ലും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുൽ, നീ പറഞ്ഞു കൊള്ളണം, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. എന്താണ്? اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. ഇത് നീ ചൊല്ലിക്കോ. നമ്മൾ എപ്പോഴാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? നമ്മൾ എല്ലാ നിസ്കാരങ്ങളിലും അത്തഹയ്യാത്ത്, അവസാനത്തെ അത്തഹയ്യാത്ത് പൂർത്തിയായി സലാം വീട്ടുന്നതിൻ്റെ മുമ്പാണ് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. സുഹൃത്തുക്കളെ, വിജയം നമ്മളെ തേടി വരികയില്ല. വിജയം നമ്മളാരെയും തേടി വരികയില്ല. വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളിലേക്ക് അടുത്ത് വരും. എവിടെയും വിജയിക്കാം. എന്താണ് ഈ ദുആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സി, ഇന്നി തീർച്ചയായും ഞാൻ, ളലംതു നഫ്സി എൻ്റെ ശരീരം നിരവധി അക്രമങ്ങൾക്ക് വിധേയമായി, ളുൽമൻ കസീറ നിരവധി അക്രമങ്ങൾക്ക്. എങ്ങനെയായാലും ഒരടിമ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് അവൻ്റെ ബാധ്യത തീർത്തവനാകുകയില്ല. ഇതാണല്ലോ നമ്മൾക്ക് ഇതിൽ പഠിപ്പിക്കുന്നത്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, വലാ യഗ്ഫിറു ദുനൂബ ദോഷം പൊറുക്കുന്നവനില്ലേ, ഇല്ലാ അൻത നീ ഒഴികെ. അതുകൊണ്ട് ഫഗ്ഫിർ ലീ എനിക്ക് നീ പുറത്തു തരണം,
മഗ്ഫിറത്തൻ മിൻ ഇൻദിക, നിന്റെ അടുക്കലാണ് മഗ്ഫിറത്ത്. ഞാൻ മല പോലെ, കുന്നുപോലെ, പർവ്വത സാമ്യമായി ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അത് നീ പുറത്തു തന്നാൽ എന്തിനു പുറത്തു എന്ന് ചോദിക്കയില്ല. ആരും അള്ളാഹിനോട് ചോദ്യം ചെയ്യില്ല. മനുഷ്യനൊക്കെ ചോദ്യം ചെയ്യും. അത് സമ്മതിക്കുക റബ്ബിന്റെ മുമ്പിൽ. വർഹംനീ, എനിക്ക് നീ റഹമത്ത് നൽകണേ, കരുണ കടാക്ഷം നിന്റത് എന്നിലേക്ക് ചൊരിഞ്ഞു തരണം. ഇന്നക അന്തൽ ഗഫൂറുർ റഹീം, ഇന്നക തീർച്ചയായും നീ അന്തൽ ഗഫൂറു, നീ പുറത്തു കൊടുക്കുന്നവൻ, അധികമായി പുറത്തു കൊടുക്കുന്നവനാ. തന്നെയല്ല റഹീം, കരുണ കാണിക്കുന്നവനുമാണ്. എന്തെല്ലാം ഏതെല്ലാം മനുഷ്യർ പല രീതിയിലും ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവര്, പരിശുദ്ധ ഖുർആനിനെ പരിഹസിക്കുന്നവര്, ഖുർആനിന്റെ മുകളിൽ ചവിട്ടിക്കയറി നിന്ന് പരിഹസിക്കുന്നവര്, ഞങ്ങൾക്കൊന്നും വരട്ടെ എന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന, ഇങ്ങനെ പല നിലക്കുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മുഴുവനും തീറ്റിപ്പോറ്റുന്നുണ്ട്. അത് അവൻ്റെ അടിമ എന്ന നിലക്ക്, അള്ളാഹുവിൻ്റെ അടിമ എന്ന നിലക്കാണ് അവൻ കൊടുക്കുന്നത്. അവൻ്റെ സൃഷ്ടിയാണ് അവൻ. പക്ഷേ ഒരു സമയപരിധി വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ പിന്തിച്ചിടും. എന്നതിന് ശേഷം ഒരു പിടുത്തം റബ്ബുൽ ഇസ്സത്ത് പിടിക്കും. ഇങ്ങനെ എല്ലാവരും, ആരായാലും ശരി, എത്ര വലിയ ആളായാലും ശരി, അവനിവിടെ ജനവാചാരതയുണ്ടാവും, ജനപിന്തുണ ഉണ്ടാവും, സമ്പത്തുണ്ടാവും, ശാരീരികമായ ആഫിയത്ത്, ആരോഗ്യം ഒക്കെ ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഒരു മാറാല പോലെ. മസൽ അങ്കബൂത്തി എന്നറിയില്ലേ, എട്ടുകാലിയുടെ വല പോലെയാണ്. എന്ത് തന്നെ പ്രതിരോധിക്കാൻ ഒരു മനുഷ്യൻ മെനക്കെട്ടാലും അതിന് സാധ്യമല്ല. എൻ്റെ പ്രിയമുള്ള മോമിനിയങ്ങളെ, ഇത് നമ്മൾ ചെല്ലുക. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ. പടച്ചവനെ, എൻ്റെ ശരീരം നിരവധി അതിക്രമങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഞാൻ ഒരുപാട് അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പുറത്തു തരുന്നവനില്ല. നിന്റെ അടുക്കലാണ് മഗ്ഫിറത്ത്. ഫഗ്ഫിർ ലി മഗ്ഫിറത്തൻ മിൻ ഇൻദിക, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണമല്ല. വർഹംനി, എനിക്ക് നീ റഹമത്ത് ചെയ്യണം. ഇന്നക അന്തൽ ഗഫൂറുർ റഹീം, നീ ഗഫൂർ റഹീം. പ്രാർത്ഥനയാണ് നമ്മുടെ മുഖ്യധാര. ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ ആധാരം പ്രാർത്ഥനയാണ്. നിങ്ങൾ നോക്ക്, സൂറത്തുൽ ഫാത്തിഹയിലെ ദുആയാണല്ലോ. 5 നേരം നമ്മൾ 17 പ്രാവശ്യം നിർബന്ധമായി കൊണ്ട് റബ്ബിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് പറയണം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ. എൻ്റെയും എൻ്റെ അടിമൻ്റെയും ഇടയിൽ സ്വലാത്തിനെ, അതായത് ഈ ഫാത്തിഹ സൂറത്ത് എന്ന് പറയുന്ന പ്രാർത്ഥന ഞാൻ ഭാഗിച്ചിരിക്കുന്നു. പകുതി എനിക്കുള്ളതാണ്, പകുതി എൻ്റെ അടിമക്കുള്ളതാണ്. ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ വലി അബ്ദി മാ സഅല. എൻ്റെ അടിമക്കുള്ളത് എന്താണ് നിങ്ങൾക്കറിയണ്ടേ? എന്താണ് അവൻ ചോദിക്കുന്നത് അത് അവനുണ്ട്. നമ്മളതിന് മുമ്പ് റബ്ബിന് കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സകല സ്തുതിയും. റബ്ബാന എന്നൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ റബ്ബിൽ ആലമീൻ, അർ റഹ്മാൻ റഹീം, ദുനിയാവെന്ന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നല്ല നിലയിൽ ഗുണം നൽകുന്നവനാണ്. അർ റഹീം, അള്ളാഹു സുബ്ഹാനഹു തആലനെ മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് മാത്രം നാളെ ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവൻ അർ റഹീം. മാലിക് യൗമിദ്ദീൻ, അന്ത്യദിനത്തിൻ്റെ ഉടമസ്ഥനായ, ഇത് മുഴുവനും സംവിധാനിച്ച, വിചാരണ, സ്വർഗം, നരകം, ഹിസാബ്, ഖബർ, മരണം, ഇതെല്ലാം സംവിധാനിച്ച ആ അന്ത്യദിനത്തിൻ്റെ ഉടമസ്ഥൻ. ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കും. ഇത് അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പറയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ പെടുത്തി തരണേ. അതാരാണ്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഇതാണ് നീ അനുഗ്രഹം ചെയ്ത, നീ ബഹുമാനിച്ച് ആദരിച്ച അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, അവരൊക്കെ ചലിച്ച ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിൽ ഞങ്ങൾ നീ ആക്കണേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിൻ്റെ വാത്രീഭൂതനായ
നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്, അവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ആക്കല്ല റബ്ബേ. ഇത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്, ഇത് നമ്മൾക്കുള്ളതാണ്. ആദ്യം അള്ളാഹിൻ്റെ അടുക്കലുള്ളത് നമ്മൾ മുമ്പ് വെച്ചിട്ട് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്. അതാണ് ഖസംതു സ്വലാത്ത ബൈനിയോ ബൈന അബ്ദീനി സ്വീൻ, എൻ്റെയും എൻ്റെ അടിമൻ്റെയും ഇടയിൽ ഈ സ്വലാത്തിനെ ഞാൻ ഭാഗിച്ചു എന്ന് പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചാണ്. പകുതി ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സമ്മതിച്ച് കൊടുക്കുക തന്നെ വേണം. എന്നിട്ട് ചോദിക്കുകയാണ്, പഠിച്ചവനെ നിന്റെ സ്വലാത്തുൽ മുസ്തഖീമിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അള്ളാഹു എന്നിൻ്റെ ആ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായ ഒരു വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ. മഹാന്മാരെ സിദ്ദീഖീങ്ങളും സ്വാലിഹീങ്ങളൊക്കെ ചൊലിച്ച മാർഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇത്രമാത്രം പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ എപ്പോഴാണ് നമ്മൾ പറയുക? സലാം വീട്ടുന്നതിൻ്റെ മുമ്പ്, നമ്മൾ ആ അവസാനത്തെ തയ്യാത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് ഇത് പറയാം. ഒരുപാട് ഗുണങ്ങളുണ്ടാവും, ഒരുപാട് ഗുണങ്ങൾ. നമ്മളിതൊക്കെ ചെയ്തു നോക്കിയാൽ നമ്മുടെ ശരീരത്തിന് റാഹത്തും സന്തോഷവും ഉണ്ടാവും. മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തരട്ടെ. മുസ്ലിം സമുദായം ഇപ്പോൾ ഫലസ്തീനി ഗസൊക്കെ വളരെയധികം വിഷമത്തിലും ബുദ്ധിമുട്ടിലും എന്ത് തന്നെയായാൽ എൻ്റെ പ്രിയമുള്ള, എൻ്റെ ശബ്ദം വീക്ഷിക്കുന്ന മുഅ്മിനത്തായ ആളുകളോട് ഞാൻ പറയുന്നു, അവർക്ക് വേണ്ടി തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ചോദിക്കുക. അല്ലാഹുമ്മ, ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും അള്ളാഹ്ക്ക് മനസ്സിലാവും. اللهم انصر إخواننا المسلمين المستضعفين في فلسطين وما النصر إلا من عند الله العزيز الحكيم وانصرهم على أعدائهم يا خير الناصرين ويا أرحم الراحمين. ഇതുപോലത്തെ പ്രാർത്ഥന മലയാളത്തിലായാലൊക്കെ നമ്മൾ ദ്വാരക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ഫത്ഹും നസ്റും നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം സ്വതന്ത്രമാകാൻ പോവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനം എല്ലാവരും പറയുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനം വിദൂരത്തല്ല, അടുത്ത് വരാൻ പോകുന്നു. അതിന് കാത്തിരിക്കണം. ഇത് ഞാൻ കാണുന്നത് തന്നെ ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളും കാണാൻ കഴിയുന്നത്. ഒരിക്കലും അത് നമ്മളുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. ആലോചിച്ച് നോക്ക്, ജാതിയോ അതല്ലെങ്കിൽ മതത്തിൻ്റെയോ മനുഷ്യനായിക്കൊണ്ട് ചെറിയ ചെറിയ പിഞ്ചോമന മക്കൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് എങ്ങോട്ടോ പോകാൻ കഴിയാതെ, എവിടേക്കറിയാതെ ഒരു കഞ്ച് ഭക്ഷണത്തിന് വേണ്ടി കൈ കാണിച്ച് യാചിക്കുക. ഇല്ലാത്തതിലൊക്കെ വലിയ മരക്കമ്പിൻ്റെ ചോട്ടിലോ ഏതെങ്കിലും കല്ലിൻ്റെ ചോട്ടിലോ ഇങ്ങനെയൊക്കെ പോയി അഭയം തേർന്ന് കാണുമ്പോൾ, സുഹൃത്തുക്കൾ, നമ്മളൊക്കെ എത്ര മാത്രം ഭാഗ്യവാന്മാരാണ്. അള്ളാഹ് നമുക്ക് തന്ന നിഅമത്ത് അല്ലാഹു തആല ചോദിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാനുള്ളത് ഒറ്റൊന്നുള്ളൂ, ആ വിഭാഗത്തിന് വേണ്ടി മനസ്സൊരുങ്ങി തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ചോദിക്കുക എന്നുള്ളത് മാത്രമാണ്. ثم لتسألن يومئذ عن النعيم. എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇൻസാൻ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ സുഖിച്ച് മതിച്ച് കളിച്ച് കുതിച്ച് നടക്കുന്ന നമ്മൾക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹം അല്ലാഹ് ചോദിക്കാതെ ഒരിക്കലും വിടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും വിശന്ന് വലഞ്ഞ് അങ്ങേറ്റത്തെ പ്രശ്നത്തിലായിട്ട് ഒരു കഴഞ്ച് ഭക്ഷണം കിട്ടിയിട്ട് അത് ഭക്ഷിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. സഹാബ, നമ്മളെ വയറ് വശപ്പടങ്ങി, നമ്മൾ രുചിച്ചു, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അബൂൽ ഹൈസം അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്ന് ആ സൽക്കാരം വാങ്ങിയിട്ട് അത് ഭക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നമ്മൾക്ക് ഈ നൽകിയ അനുഗ്രഹം, ഈ അബൂൽ ഹൈസം അൽ അൻസാരിക്ക് നൽകിയ തോട്ടം, അതുപോലെ ഇതെല്ലാം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുണ്ട്. അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഊസികും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.